2-ാം തീയതി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനമാണെന്നും താങ്കളുടെ മഹനീയ സാന്നിധ്യം പരിപാടിയിൽ പ്രതീക്ഷിക്കുന്നുവെന്നുമായിരുന്നു വി.ഡി. സതീശന് വി.എൻ. വാസവന്റെ ഓഫീസിൽ നിന്നും നൽകിയ കത്തിൽ പറഞ്ഞിരുന്നത്. തിങ്കളാഴ്ചത്തെ തീയതിയിൽ ചൊവ്വാഴ്ച കൈമാറിയ ഈ കത്ത് അപമാനിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. വേദിയിലാണോ സദസ്സിലാണോ ഇരിപ്പിടമെന്ന് പോലും അറിയിക്കാത്ത ക്ഷണം സ്വീകരിച്ച് പോകേണ്ടതില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ച നിലപാട്. ആ കത്തിൽ ഞാൻ എങ്ങോട്ട് ചെല്ലണമെന്നാണ് ഇന്ന് മനസ്സിലായിട്ടില്ല. അത് കൊണ്ടുവന്ന ആളുകളെ വിസ്മരിച്ച് അവിടെ പോയി നിന്ന് പടമെടുത്ത് അതിന്റെ ക്രെഡിറ്റ് ഈ 4ാമത്തെ വർഷം എടുക്കാമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല എന്ന് മാത്രമാണ് എനിക്ക് വിനീതമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഈ നിലപാടിന് നേതാക്കളുടെ ഒന്നടങ്കം പിന്തുണയുമുണ്ട്. മോദി കേരളത്തിലെത്തുന്നത് പിണറായി സർക്കാരിന്റെ 4ാം വാർഷിക ഉദ്ഘാടനത്തിനാണെന്ന് പരിഹസിക്കുകയാണ് രമേശ് ചെന്നിത്തല. 4ാം വാർഷികത്തിൽ പ്രധാനമന്ത്രിയെ കൂടി പങ്കെടുപ്പിക്കുമ്പോൾ BJP CPM കൂട്ടുകെട്ട് വളരെ വ്യക്തമാവുകയാണ്. എത്ര വിചാരിച്ചാലും ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഈ പദ്ധതി LDFന്റെ കുഞ്ഞാക്കാമെന്നൊന്നും വിചാരിക്കണ്ട. പ്രധാനമന്ത്രി വരുന്നൊരു ചടങ്ങിൽ 3 ദിവസം മുമ്പ് തന്നെ പ്രാസംഗികയുടെ ലിസ്റ്റും കാര്യങ്ങളും ഡൽഹിയിൽ നിന്ന് അംഗീകരിച്ചു വരണം. പിന്നെ എങ്ങനെയാണ് ഇന്നലെ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ മാത്രം കൊണ്ട് കാര്യം നടക്കുമോ? പ്രതിപക്ഷ നേതാവിന് സ്റ്റേജിൽ കയറാൻ പറ്റുമോ? ഇതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാത്രം ചിത്രമുള്ള പരസ്യമാണ് ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലടക്കം കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. വികസിത് ഭാരത് 2047ന്റെ ഭാഗമായാണ് പദ്ധതിയെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം നൽകിയ പരസ്യത്തിൽ പറയുന്നു. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ പരസ്യങ്ങളിലൊക്കെയും പ്രധാനമന്ത്രിയുടെ ചിത്രവും ഉൾപ്പെടുത്തിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.